രണ്ട് മണ്ഡലങ്ങൾ അമേഠിയും റായ്ബറേലിയും കുടുംബസ്വത്തായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു നെഹ്റു കുടുംബം. അതിന്റെ കൂടെ വയനാട് കൂടി കുടുംബസ്വത്താക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണോ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി എന്നുള്ള തീരുമാനമെടുത്തതിലൂടെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത്? പ്രിയങ്ക ഗാന്ധിക്ക് വയനാടുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. രാഹുൽ ഗാന്ധി പോലും കഴിഞ്ഞ 5 വർഷക്കാലം വയനാടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ കോൺഗ്രസിലെ നേതാക്കന്മാരില്ലാത്തത് കൊണ്ടാണോ രാഹുൽ ഗാന്ധിയെ ഇറക്കുമതി ചെയ്യുന്നത്? അതോ ഈ 3 മണ്ഡലങ്ങൾ, ഇത്രയും കാലം 2 മണ്ഡലങ്ങളായിരുന്നു, ഇപ്പൊ 3 മണ്ഡലങ്ങൾ കുടുംബസ്വത്താക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഇനി ഇവരുടെയൊക്കെ കാലശേഷം ഇവരുടെ പിന്തുടർച്ച എന്നുള്ള നിലയിൽ ഇവരുടെ അടുത്ത തലമുറ കൂടി ഈ വയനാട് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ 3 മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമാണോ ഈ പ്രഖ്യാപനമെന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു കുടുംബത്തിലെ 3 പേർ, അമ്മയും 2 മക്കളും, ഈ നാട്ടിലെ നികുതിദായകരുടെ പണം ഉപയോഗിച്ച്, പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് ഇന്ത്യൻ പാർലമെന്റിലിരുന്ന് അവരുടെ ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യം, അത് നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ, ഈ നാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവർ, അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാര്യത്തിൽ അവരുടെ അഭിപ്രായം പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമാൻ AK ആന്റണി പണ്ട് 1977 ഇന്ദിരാഗാന്ധിയെ ചിക്കമംഗളൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തപ്പോൾ അതിനെതിരായിട്ട് പ്രതിഷേധിച്ച ആളാണ്. AK ആന്റണിയുടെ അന്നത്തെ തീരുമാനത്തിന്റെ തുടർച്ച കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ അവർ ഈ കാര്യത്തിൽ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്, കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. കാരണം വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ, പോളിംഗ് കഴിയുന്നതുവരെ റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള തീരുമാനം പുറത്തുവിടാതെ വയനാട്ടിലെ ജനങ്ങളെ കൊണ്ട് താൻ ജയിച്ചു കഴിഞ്ഞാൽ വയനാട്ടിന്റെ ജനപ്രതിനിധിയായി തന്നെ ഇരിക്കും എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട്, തെറ്റിദ്ധാരണ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പോളിംഗ് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് റായ്ബറേലിയിലെ നോമിനേഷൻ ഫയൽ ചെയ്യുന്ന അവസാന ദിവസം പോയി നോമിനേഷൻ ഫയൽ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ വയനാട്ടിലെ ജനങ്ങളോട് കാണിച്ചിരിക്കുന്നത് അങ്ങേയറ്റത്തെ വഞ്ചനയാണ്. കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്താലും കുഴപ്പമില്ല, കേരളത്തിലെ ജനങ്ങളോട് ഒരു തരത്തിലുള്ള ജനാധിപത്യ മര്യാദകളും ഒരു തരത്തിലുള്ള നീതിയും കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള സമീപനം, ആ സമീപനം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കന്മാര് ഈ കാര്യത്തിൽ അവരുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ ആഗ്രഹമുണ്ട്. വയനാട്ടിലെ ജനങ്ങൾ ഈ സമീപനത്തോട്, വയനാട്ടിലെ ജനങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ ഉപയോഗിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ആണെന്ന തരത്തിലൊരു വാദമുണ്ടായിരുന്നു. അത് കോൺഗ്രസിന്റെ തീരുമാനം എടുക്കട്ടെ. ആരാണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കും.